ക്ലിയർ ആണോ? ബോർഡ് കാണുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന ഡെഫിനിഷൻസ് ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആണോ? ദാറ്റ് ഈസ് ടെർമിനോളജിയും നമ്മൾ കുറച്ച് ലൈൻ ഇന്റഗ്രൽസിൽ വരുന്ന കുറച്ച് സ്മൂത്ത് കർവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലോസ്ഡ് കർവ്, സിമ്പിൾ ക്ലോസ്ഡ് കർവ്സ് ഒക്കെ. ദെൻ നമ്മൾ ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്തു. ഒരു പ്ലെയിനിൽ ലൈൻ ഇന്റർവൽസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാന്നുള്ളതും പറഞ്ഞു. ഇപ്പൊ 3 ടൈപ്പായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ ടേംസ് ഓഫ് എക്സ് എക്സ് ആക്സിസിൽ കൂടെ നമ്മൾ ലൈൻ ഇന്റർവൽ ഡിഫൈൻ ചെയ്യുന്നത്, അതേമാതിരി തന്നെ വൈ ആക്സിൽ കൂടെ ചെയ്യുന്നതും, പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ആർക്ക് നമ്മൾ കർവ് വരയ്ക്കുമ്പോൾ ആ ആർക്ക് ലെങ്ത് കൂടെ ഡിഫൈൻ ചെയ്യുന്നതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ദാറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, വിത്ത് റെസ്പെക്ട് ടു വൈ ആൻഡ് വിത്ത് റെസ്പെക്ട് ടു എസ്. നമ്മൾ ആർക്ക് ലെങ്ത് പറയുമ്പോൾ സാധാരണ ടി എസ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. സോ ആ ഫോമിൽ നമ്മൾ നോക്കി. അപ്പൊ അത്രയും ഉള്ളത് ക്ലിയർ ആണോ എല്ലാവർക്കും? സംശയമൊന്നും ഇല്ലല്ലോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് മെത്തേഡ് ഓഫ് ഇവാലുവേഷൻ എന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്നിട്ട് ഇത് മെത്തേഡ് ഓഫ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് എക്സ് വൈ സെറ്റ് വിത്ത് റെസ്പെക്ട് ടു ചെയ്യുന്ന സമയത്ത് എക്സ്പ്ലിസിറ്റ്ലി നമുക്ക് ഇതിനെ ചെയ്യാൻ പറ്റും. അതേമാതിരി തന്നെ പാരാമെട്രിക്കലി അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ കട്ട് ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് ഒരു ഫംഗ്ഷൻ നമുക്ക് y is equal to f of x ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ y എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണല്ലോ, അതിനെ നമ്മൾ ഇൻ ടേംസ് ഓഫ് എക്സ് ആണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പറയാം. അതാണ് എക്സ്പ്ലിസിറ്റ്ലി കൊണ്ട് നമുക്ക് അവിടെ മീൻ ചെയ്യണേ. ഇംപ്ലിസിറ്റ്ലി ദാറ്റ് മീൻസ് ഡയറക്ട്ലി അവിടെ പറഞ്ഞിട്ടുണ്ട്. എക്സ്പ്ലിസിറ്റ്ലി എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി ഇൻ ടേംസ് ഓഫ് ദാറ്റ് വേരിയബിൾ എന്നുള്ളത് പറയാൻ പറ്റും. പക്ഷെ ഇംപ്ലിസിറ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഡയറക്ട്ലി അല്ല, ഇൻഡയറക്ട്ലി ഇങ്ങനെയാണ്. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് പറയാം, ഒരു സെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് എക്സ് വൈ പറഞ്ഞു, ഈ എക്സിനെയും വൈനെയും ഇൻ ടേംസ് ഓഫ് ടി നമ്മൾ പാരാമെട്രിക്കലി ഒക്കെ പറയുന്നില്ലേ, അതുമാതിരി വേറൊരു വേരിയബിളിന്റെ ഫോമിൽ പറഞ്ഞു, അതിനെ വേറൊരു വേരിയബിളിന്റെ ഫോമിൽ പറഞ്ഞു. അപ്പൊ ഡയറക്റ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വന്നതെന്ന് പറയുന്നത് ഏതായിരിക്കും? ആദ്യം അല്ലെങ്കിൽ അവസാനം പറഞ്ഞ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് മീൻസ് സെറ്റ് നമ്മൾ പാരാമെട്രിക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സെറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ വൈ. അപ്പൊ ശരിക്കും സെറ്റ് എന്ന് പറയുന്ന നമ്മുടെ ആ വേരിയബിള് എക്സിനെയും വൈനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ എക്സും വൈനെയും നമ്മൾ ഇൻ ടേംസ് ഓഫ് ടി ആണ് നമ്മൾ പറയാം അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാം, സെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് ദ വേരിയബിൾ ടി ആണ്, പക്ഷെ അത് എക്സ്പ്ലിസിറ്റ്ലി ഡിഫൈൻ ചെയ്തിട്ടുള്ളതല്ല. ദാറ്റ് മീൻസ് സെറ്റിനെ എക്സിനെയും വൈന്റെയും ഫോമിൽ എഴുതിയിട്ട് എക്സിനെയും വൈനെയും വേറൊരു വേരിയബിളിന്റെ ഫോമിൽ ടി എന്നുള്ള വേരിയബിളിന്റെ ഫോമിൽ പറഞ്ഞു. അപ്പൊ അവിടെ ശരിക്കും നമുക്ക് ടി എന്ന് പറയുന്ന വേരിയബിൾ ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ അല്ലെ? ബാക്കിയുള്ളത് എല്ലാതും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഡിപ്പെൻഡന്റ് വേരിയബിൾസ് ആയിട്ടാണ് വരിക. അപ്പോ അവിടെ നമുക്കത് എന്തായിട്ട് പറയാം, ഇൻഡയറക്ട്ലി. ദാറ്റ് മീൻസ് സെറ്റിനെ നമ്മൾ ഇൻഡയറക്ട്ലി ടിയുടെ ടേംസിലേക്ക് പറഞ്ഞു എന്നുള്ളത് പറയാം. അതിന് പകരം y ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ട്ലി y എന്ന് പറയുന്ന വേരിയബിള് എക്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഡയറക്ട്ലി പറയാണ് എക്സിന്റെ എന്ത് ഫോം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് y കിട്ടും. ദാറ്റ് ഈസ് y ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് y എന്ന് പറയുന്ന വാല്യൂ കിട്ടി. സെറ്റ് ഇസ് ഈക്വൽ ടു g ഓഫ് എക്സിന് നമുക്ക് സം 2x plus 5 എന്നുള്ള ഫോമിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് പറയാം, സെറ്റ് എന്ന് പറയുന്ന വേരിയബിൾ നമുക്ക് അവിടെ എങ്ങനെയാണ് എക്സ് പ്ലസ് 5 എന്നാണ് പറയണമെന്നുണ്ടെങ്കിൽ എക്സിന്റെ കൂടെ നമുക്ക് കോൺസ്റ്റന്റ് 5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സെറ്റ് കിട്ടി എന്നുള്ളത് പറയാൻ പറ്റും അല്ലെ? അപ്പൊ അതൊക്കെ നമുക്ക് എക്സ്പ്ലിസിറ്റ്ലി ഡിഫൈൻ ചെയ്തതാന്ന് പറയാം. ദാറ്റ് ഇസ് ഡയറക്ട്ലി ഡിപ്പെൻഡിങ് അപ്പോൺ. അപ്പൊ എക്സ് അവിടെ വേരി ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അതിന് കറസ്പോണ്ടിംഗ്ലി എന്ത് കിട്ടുന്നുണ്ട്, മറ്റേ ഫംഗ്ഷൻ വേരിയബിൾസിന്റെ വാല്യൂസ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ,
അപ്പൊ നമുക്ക് രണ്ട് ടൈപ്പില് നമ്മൾ ഡിഫൈൻ ചെയ്യാമെന്ന് പറഞ്ഞ ഫംഗ്ഷൻസ്. സോ അതേമാതിരി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം, എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻസിനെയും ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് ഇംപ്ലിസിറ്റ് എന്നല്ല പറയണേ, പാരാമെട്രിക്കലി റെപ്രസെന്റ് ചെയ്യാനാണ്. ദാറ്റ് മീൻസ് നമുക്ക് ഒറ്റ വേരിയബിളെ അവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാവുള്ളൂ. നമ്മൾ പാരാമെട്രിക്കലി പറയുമ്പോൾ ആ വേരിയബിൾ ടി ആയിട്ടാണ് കൺസിഡർ ചെയ്യാം. അപ്പൊ ടി എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ ഡിപെൻഡ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പൊ സെറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കമ വൈ where x is a function of t and y is another function of t എന്നുള്ള ഫോമിലേക്ക് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഇന്റഗ്രേഷൻ, ലൈൻ ഇന്റഗ്രേഷൻ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു, ലൈൻ ഇന്റഗ്രൽസ് ഇൻ ദ പ്ലെയിൻ ഡിഫൈൻ ചെയ്ത് നമ്മള് സമ്മിന്റെ ഫോമിലായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. ലിമിറ്റ് സമ്മിന്റെ ഫോമിലാണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദാറ്റ് മീൻസ് അത് ജോമെട്രിക്കലി നമുക്ക് പറയുകയാണെങ്കിൽ ചെറിയ 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 സ്മോൾ പീസസ് ആയിട്ട് നമ്മൾ ആ ഗ്രാഫിനെ ഡിവൈഡ് ചെയ്തു. എന്നിട്ട് അതിന്റെ ഇടയിൽ വരുന്ന ഏരിയാസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ, അതൊക്കെ നമ്മൾ പണ്ട് ഇതിന് മുൻപ് പഠിച്ചിട്ടുള്ളതാണ്. അന്ന് ഞാൻ എന്തായിട്ടാ പറഞ്ഞത്, ആ ഏരിയ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഈ ഫോമിലേക്കാണ് ആഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞത് കാണിച്ചിട്ടായിരുന്നു അല്ലെ. അപ്പോ അത് നമ്മള് ലിമിറ്റ് സമ്മിന്റെ കേസിലേക്ക് പറഞ്ഞു. ഇനി അത് ഇന്റഗ്രേഷന്റെ ഫോമിൽ നമ്മൾ പറയുന്ന സമയത്ത് ഫംഗ്ഷൻസ് പാരാമെട്രിക്കലി ഡിഫൈൻ ചെയ്താൽ ഒരു ഫോമിൽ പറയാം, എക്സ്പ്ലിസിറ്റ്ലി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ഫോമിൽ പറയാം. അപ്പോ നിങ്ങൾക്ക് അറിയുന്ന ഫോം തന്നെയാണ്, എന്നാലും ഒന്നുകൂടി നോക്കാം അത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോ ഡി എക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഡയറക്ട്ലി നമുക്ക് എന്ത് പറയാം, ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു, അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഒരു ഫംഗ്ഷൻ ക്യാപിറ്റൽ ജി ഓഫ് എക്സ് വൈ ആണ്. അപ്പൊ നമുക്ക് സെറ്റ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ഓഫ് എക്സ് കോമ വൈ തന്നിട്ടുണ്ട്. ഓക്കെ, വൈ അല്ല എക്സ് ആണ് നമുക്ക് പറയേണ്ടത്. ശരി, എക്സ് ഇരിക്കട്ടെ. എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് ടിയും, അല്ല സോറി, എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടിയും ജി ഇസ് ഈക്വൽ ടു വൈ ഓഫ് ടി. അപ്പൊ നമ്മുടെ ടി എന്ന് പറയുന്ന വേരിയബിൾ ആണ് അവിടുത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. സെറ്റ് ഡിപെൻഡന്റ് വേരിയബിൾ ഡിപെൻഡിങ് അപ്പോൺ എക്സ് ആൻഡ് വൈ, ആൻഡ് എക്സ് ആൻഡ് വൈസ് ആർ അഗെയിൻ ഡിപെൻഡന്റ് വേരിയബിൾസ് ഡിപെൻഡിങ് അപ്പോൺ ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ടി. അപ്പൊ ഇതാണ് നമ്മൾ പാരാമെട്രിക്കലി ഡിഫൈൻ ചെയ്യാറ്. അപ്പൊ ഇനി ഈ ഫംഗ്ഷനെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, അതേമാതിരി കറസ്പോണ്ടിങ് ആർക്കിന് ബേസിസ് ആണെങ്കിൽ ഡി എസിന് വെച്ച് വിത്ത് റെസ്പെക്ട് ടു ഡി എസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോ ഫസ്റ്റ് വൺ നമ്മൾ ഇന്റഗ്രൽ ജി ഓഫ് എക്സ് കോമ വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ആ കർവ് എന്താ, കർവിന് കറസ്പോണ്ടിംഗ്ലി എ കോമ ബി എന്നോ നമ്മൾ എടുക്കുന്ന ഇന്റർവൽസ് എങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള വെച്ചാൽ അതിനനുസരിച്ച് നമ്മുടെ ഈ ഇന്റഗ്രേറ്റിംഗ് അപ്പോൺ ദ കർവ് ഈ നമ്മുടെ ലിമിറ്റ്സ്, ഇവിടുത്തെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് എ കോമ ബി അല്ലെങ്കിൽ സി കോമ ഡി എക്സിന്റെ എടുക്കുന്ന ഇന്റർവൽസിനനുസരിച്ച് ചേഞ്ച് ആവും. Okay, അപ്പോ we are integrating with respect to the curve, അല്ല with respect to integrating corresponding to the curve C with respect to x, variable x. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എഴുതാം. അപ്പൊ നമുക്കത് പാരാമെട്രിക്കലി ഡിഫൈൻ ചെയ്യുമ്പോൾ ഏത് ഫോമിലേക്ക് വരും, സി തന്നെയല്ലേ നമ്മൾ പറയണേ. അപ്പോ ഇവിടുത്തെ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യുമ്പോൾ ടിയുടെ ലിമിറ്റ്സും കൂടി നമ്മളിവിടെ പറയാറുണ്ട്. ബട്ട് ടിയുടെ ലിമിറ്റ്സ് നമുക്ക് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് ഇവിടെ ഡിഫൈൻ ചെയ്യും. നമ്മൾ സാധാരണ നമ്മൾ പാരാമെട്രിക്കലി ചെയ്യുമ്പോൾ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ആ ഒരു ഇന്റർവൽ നമ്മൾ എപ്പോഴും എഴുതാറുണ്ട്. അപ്പൊ ടി എന്നുള്ളത് എയിൽ നിന്ന് ബി വരെയാണ് നമുക്ക്. അപ്പോ നമ്മള് ഇതാണ് പാരാമെട്രിക്കലി നമുക്ക് തന്നിട്ടുള്ളത്. സോ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാന്ന് നോക്കാം. ഇന്റഗ്രൽ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടി ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിൽ നിന്ന് ബി വരെയാണ് വേരി ചെയ്യുന്നത്. സോ നമ്മളുടെ ഇന്റഗ്രൽ ഓവർ സി എന്ന് പറയുന്നത് നമ്മൾ വേരിയബിൾ ടിയിലേക്ക് നമ്മൾ മാറ്റുന്ന സമയത്ത് എങ്ങനെയായിട്ട് മാറും, നമുക്ക് ഇന്റഗ്രൽ എ ടു ബി ആയിട്ട് നമുക്കത് ചേഞ്ച് ആവും. ഓക്കെ, അപ്പൊ ഇന്റഗ്രൽ എ ടു ബി, integral a to b, then g of x comma y. അപ്പൊ g of capital G ആണ്, g of x ന് പകരം നമ്മൾ in terms of t parametrically ചേഞ്ച് ചെയ്തുല്ലോ. അപ്പൊ നമ്മുടെ x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ f of t ആണ്. സോ g of small f of t, y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ small g of t. ഓക്കെ, ഇനി വിത്ത് റെസ്പെക്ട് ടു
എക്സ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ആണ്. അപ്പോ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരും? എഫ് അല്ലാതെ ഡി എക്സ് എന്നല്ല, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി. സോ ഈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? dx by dt is equal to f dash of t. That is dx is equal to f dash of t dt. അപ്പൊ നമുക്ക് ഇവിടെ dx ന് പകരം നമുക്ക് ഈ f dash of t dt വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. മനസ്സിലായോ? കാരണം എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ വേരിയബിൾ എന്ന് പറയുന്നത് എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് വരുന്നത്. സോ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സിനെ കറസ്പോണ്ടിംഗ്ലി വിത്ത് റെസ്പെക്ട് ടു ടി ആയിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ, വേരിയബിൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാം നമ്മൾ സാധാരണ എന്താ ചെയ്യുക? ആ ഫംഗ്ഷനെ രണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും, എന്നിട്ട് ഡി എക്സോ ഡി വൈയോ എന്താണെങ്കിൽ അത് പുതിയ വേരിയബിളിന്റെ ടേംസിലേക്ക് കണ്ടുപിടിക്കും. അപ്പൊ ഇതിന് എക്സ് ആകുമ്പോൾ ഡി എക്സ് എന്ന് പറയുന്നത് കറസ്പോണ്ടിംഗ്ലി എഫ് ഡാഷ് ഓഫ് ടി ഡി ടി എന്നാണ് വരിക. ഓക്കെ, അപ്പൊ നമുക്കത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇന്റഗ്രൽ എ ടു ബി ക്യാപിറ്റൽ ജി ഓഫ് എഫ് ഓഫ് ടി കോമ സ്മോൾ ജി ഓഫ് ടി എഫ് ഡാഷ് ഓഫ് ടി ഡി ടി ആയിട്ട് മാറും. സോ ഇവിടെ എഫ് ഡാഷ് ഓഫ് ടി ഡി ടി. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് പാരാമെട്രിക്കലി ചേഞ്ച് ചെയ്യുമ്പോൾ മാറുന്നത്. അപ്പൊ അതേമാതിരി തന്നെ നമുക്ക് എന്ത് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു വൈ? അപ്പൊ ഇന്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് കോമ വൈ ഡി വൈ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി. കാരണം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടി തന്നെയാണ് മാറ്റാൻ പോകുന്നത്. സോ ടിയുടെ വേരിയേഷൻ എ ടു ബി എന്നുള്ളത് അങ്ങനെ തന്നെ ഉണ്ട്. ഇന്റഗ്രൽ എ ടു ബി ജി ഓഫ് അഗെയിൻ എക്സിന് പകരം എഫ് ഓഫ് ടി, വൈക്ക് പകരം ജി ഓഫ് ടി. ഇനി വൈനെ നമ്മൾ ചെയ്യണത്, സോ വൈനെയാണ് വിത്ത് റെസ്പെക്ട് ടു ടി ആക്കി മാറ്റുന്നത്. സോ വൈ ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണ്? ജി ഓഫ് ടി ആണ്. സോ ഡി വൈ ബൈ ഡി ടി എങ്ങനെയായിട്ട് വരും? ജി ഡാഷ് ഓഫ് ടി ആയിട്ട് വരും. അപ്പൊ ഡി വൈ എന്ന് പറയുന്നത് എങ്ങനെയായിട്ട് മാറും? ജി ഡാഷ് ഓഫ് ടി ഡി ടി ആയിട്ട് നമുക്കിത് മാറും. സോ നമുക്ക് കറസ്പോണ്ടിംഗ്ലി ഇവിടെ ഡി വൈക്ക് പകരം എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? ജി ഡാഷ് ഓഫ് ടി ഡി ടി. ഓക്കെ, അപ്പോ ഇത് ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ നെക്സ്റ്റ് നമുക്ക് കറസ്പോണ്ടിംഗ്ലി നമ്മുടെ ആർക്ക് ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ തേർഡ് ടേം ഉണ്ടായിരുന്നത്. സോ അതെങ്ങനെയാണ്? ഇന്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് കോമ വൈ ഡി എസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ എന്ത് വരും? ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആർക്ക് ലെങ്ത് നമ്മൾ എങ്ങനെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ് എഫ് ഓഫ് ടി സ്ക്വയർ പ്ലസ് ജി ഓഫ് ടി സ്ക്വയർ എന്നുള്ള ഫോമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ദാറ്റ് മീൻസ് അത് നമുക്ക് എങ്ങനെയാണ്? അല്ല സോറി, എഫ് ഓഫ് ടി അല്ല, എഫ് ഡാഷ് ഓഫ് ടി സ്ക്വയർ. കാരണം ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി ടി ഡി വൈ സ്ക്വയർ. അതെങ്ങനെ പറയാം നമുക്ക്? ഇതാണ് നമ്മുടെ കർവ് എന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോന്ന് അറിയില്ല എനിക്ക്. കഴിഞ്ഞ ക്ലാസ്സിലാണോ അതിന് മുമ്പത്തെ ക്ലാസ്സിലോ മറ്റേ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. കഴിഞ്ഞല്ല, നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ഇവിടെ നമ്മൾ ചെറിയ ഒരു ആർക്ക് ലെങ്ത്തിന്റെ അല്ലെങ്കിൽ ഏത് കർവിന്റെ ആണെങ്കിലും ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കറസ്പോണ്ടിംഗ്ലി ആണ് നമ്മൾ ചെയ്യുക. ദാറ്റ് ഇസ് ഇവിടെ എക്സ് നോട്ട് വൈ നോട്ട്, ഇവിടെ എക്സ് വൺ വൈ വൺ ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സ്ക്വയർ റൂട്ട് ഓഫ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് പറഞ്ഞു. സ്ക്വയർ റൂട്ട് ഇത് എക്സ് നോട്ട് വൈ നോട്ട്, ഇത് എക്സ് വൺ വൈ വൺ ആണെങ്കിൽ അത് തമ്മിലുള്ള മീൻസ് നമുക്ക് അവിടെ വരുന്ന ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് വൺ മൈനസ് എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് വൈ വൺ മൈനസ് വൈ നോട്ട് സ്ക്വയർ എന്നായിരുന്നു എന്ന് പറഞ്ഞതാണ്. അപ്പൊ ഈ ചെറിയ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞതാണ് നമ്മളുടെ ഡി എക്സ് എന്ന് പറയുന്നത്. ഈ ചെറിയ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ഡി വൈ എന്ന് പറയുന്നത്. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ സ്ക്വയർ എന്നുള്ള ഫോമിലേക്ക് നമുക്ക് ഡി എസിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാത്തിനും മുൻപത്തെ കേസിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം
അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഡി എസിന് പകരം വരുന്നത് എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ സ്ക്വയർ എന്നുള്ളതാണ്. അപ്പൊ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഇവിടെ എന്താണ് കിട്ടിയിട്ടുള്ളത്? എഫ് ഡാഷ് ഓഫ് ടി ഡി ടി. ഡി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ഡാഷ് ഓഫ് ടി ഡി ടി. അപ്പൊ അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് വരിക? ദാറ്റ് മീൻസ് നമുക്ക് ഈ ഡി എസിനെ മാറ്റിയിട്ട് ഇൻ ടേംസ് ഓഫ് ടി ടി ആക്കണമല്ലോ. അപ്പൊ നമ്മൾ എക്സിനെ ഒക്കെ നമ്മൾ ചേർത്ത് ചെയ്തു. എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി ആണ്, സോ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. വൈ ഇസ് ഈക്വൽ ടു ജി ഓഫ് ടി ആണ്, സോ അവിടെയും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കറസ്പോണ്ടിംഗ്ലി നമുക്ക് ds by dt എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലേക്ക് വരും. അപ്പൊ ds is equal to സ്ക്വയർ റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ ഡി ടി. ഈ ഫോമിലേക്ക് നമുക്ക് ds നെ എഴുതാൻ പറ്റും. മനസ്സിലാവുണ്ടോ? ആർക്ക് ലെങ്ത്തിൽ നമ്മൾ ഇൻ ടേംസ് ഓഫ് ടി ആയിട്ട് പറയാണ്. ഇത് ക്ലിയർ ആണ് ഈ പറഞ്ഞത്. ds is equal to സ്ക്വയർ റൂട്ട് ഓഫ് എഫ് ഡാഷ് സ്ക്വയർ പ്ലസ് ജി ഡാഷ് സ്ക്വയർ ഡി ടി എന്നുള്ളത്. എല്ലാവരും ക്ലിയർ അല്ലേ? ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഉണ്ടെങ്കിൽ പറയാവുന്നതാണ്. ക്ലിയർ ആണ്? ഓക്കെ. അപ്പൊ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ വരണത്? ഇവിടെ ഇന്റഗ്രൽ എ ടു ബി ജി ഓഫ് എഫ് ഓഫ് ടി ജി ഓഫ് ടി. പിന്നെ നമുക്ക് എന്താ പറഞ്ഞത്? ടി എസ് ആണ്. അപ്പൊ ടി എസിന് പകരം നമ്മളിപ്പോ കണ്ടുപിടിച്ചത് നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ ഇത് എങ്ങനെയായിട്ട് മാറും? സ്ക്വയർ റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ ഡി ടി. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് പാരാമെട്രിക് റെപ്രസെന്റേഷൻ ഓഫ് ഫംഗ്ഷന്റെ കറസ്പോണ്ടിങ് ലൈൻ ഇന്റഗ്രൽസ് വരുന്നത്. ഓക്കെ. ഇനി എക്സ്പ്ലിസിറ്റ് ഫോം വരുന്ന സമയത്ത് നമുക്കത് എങ്ങനെയാന്നുള്ളത് കൂടി നോക്കാം. അപ്പോ ഓക്കെ, എക്സ്പ്ലിസിറ്റ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അവിടെ നമുക്ക് y is equal to f of x എന്ന് പറയുന്ന ഡയറക്റ്റ് ഫോം ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ നമുക്ക് പാരാമെട്രിക്കലി ആണ്. അപ്പൊ സെറ്റിനെ ഇൻ ടേംസ് ഓഫ് എക്സ് വൈ പറഞ്ഞു, പിന്നെ എക്സിനെയും വൈനെയും ഇൻ ടേംസ് ഓഫ് ടി പറഞ്ഞു. അതാണ് ഇംപ്ലിസിറ്റ് ഫോം. അല്ലെങ്കിൽ പാരാമെട്രിക് ഫോം നമ്മൾ ജനറലി പറയുന്നത്. ഇംപ്ലിസിറ്റ് ഫോം എന്ന് പറയാം. ഇൻ ടേംസ് ഓഫ് ടി പറയുമ്പോൾ നമ്മൾ പാരാമെട്രിക് സാധാരണ പറയുന്നതാണ്. ഇംപ്ലിസിറ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് മെത്തേഡിൽ റെപ്രസെന്റ് ചെയ്തു. എക്സ്പ്ലിസിറ്റ്ലി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മെത്തേഡിൽ, കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് മെത്തേഡിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് പറയുക. അപ്പൊ ഇവിടെ നമുക്ക് y is equal to f of x ട്ടോ. അപ്പൊ ഇത് നമുക്ക് ഒരു എക്സ്പ്ലിസിറ്റ് ഫോം ആണെന്നുള്ളത് പറയാം. അപ്പൊ കറസ്പോണ്ടിംഗ്ലി നമ്മൾ ഈ ഫംഗ്ഷൻസിനെ വരുമ്പോ നമുക്ക് സെറ്റ് ഇസ് ഈക്വൽ ടു g of x, y തന്നെയാണ്. പക്ഷെ അവിടെ നമുക്ക് എക്സിനെയും വൈനെയും ഇൻ ടേംസ് ഓഫ് ടി എന്നൊന്നല്ല, അതിന് പകരം y is equal to f of x എന്നാണ്. സോ അവിടെ ഇനിയിപ്പോ വേറെ എക്സ്ട്രാ ഫംഗ്ഷൻസ് ഒന്നും തന്നെ ഇല്ല. സെറ്റ് എന്ന് പറയുന്നത് എക്സിനെയും വൈനെ ഡിപെൻഡ് ചെയ്യുന്നത്, വൈ എക്സിനെ ഡിപെൻഡ് ചെയ്യുന്നതാണ്. സോ എല്ലാം കൂടിയിട്ട് ഇവിടെ ഡയറക്റ്റ് ഇവിടെ തന്നിട്ടുള്ള ഈ എക്സിനെ ഡിപെൻഡ് ചെയ്യുന്നത് തന്നെയാണ് ടോട്ടൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. സോ നമുക്കത് ഡയറക്റ്റ് തന്നിട്ടുള്ളത് കൊണ്ട് അതിനെ എക്സ്പ്ലിസിറ്റ് ഫോം ആണ് എന്നുള്ളത് പറയാം. അപ്പൊ അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ഇതിന് പകരം നമുക്ക് എങ്ങനെയാ വരിക എന്നുണ്ടെങ്കിൽ, ഓക്കെ അതിവിടെ തന്നെ എഴുതാല്ലേ, y is equal to f of x ലാണ് നമുക്ക് ഈ ഫംഗ്ഷൻ തന്നിട്ടുള്ളത്. ഇതിന് പകരം കേട്ടോ, ഈ ഫംഗ്ഷന് പകരമാണ് ഞാൻ എഴുതുന്നത്. സെറ്റ് is equal to g of x, y തന്നെയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ over c g of x, y dx എന്ന് പറയുന്നത് നമുക്ക് എന്താ y-നെ ഇൻ ടേംസ് ഓഫ് x ആയിട്ടാണ് പറയുന്നത്. സോ ഇന്റഗ്രൽ
ഇവിടെ നമുക്ക് എക്സ്പ്ലിസിറ്റ്ലി തന്നു കഴിഞ്ഞാൽ പൊതുവെ എപ്പോഴും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ റേഞ്ച് അല്ലെങ്കിൽ അതിന്റെ ഇന്റർവെൽ എന്താ എന്നുള്ളത് കൂടി പറയും. അപ്പൊ നമ്മൾ ഇവിടെ എക്സിന്റെ ഇന്റർവെൽ പറയണം. അങ്ങനെയാണ് പാരാമെട്രിക്കലി പറയുമ്പോൾ നമുക്ക് അവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് ആകെ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ അല്ലേ ഉള്ളൂ, ടി ആണ്. സോ ടിയുടെ റേഞ്ച് നമ്മൾ പറയും. ഇവിടെ നമുക്ക് ഡയറക്ട്ലി എല്ലാം എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. സോ എക്സ് ആണ് ഇവിടുത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. സോ നമ്മൾ അതിന്റെ റേഞ്ച് ആണ് നമ്മൾ പറയുന്നത്. സോ അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് നമ്മളിവിടെ എ ടു ബി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ ടിക്കാണ് എ ടു ബി എടുത്തത്, ഇവിടെ നമ്മൾ എക്സ് എടുക്കുകയാണ്. സോ y is equal to f of z is equal to g of capital X, g of x, y തന്നെയാണ്. y is equal to f of x, a less than or equal to x less than or equal to b. അതാണ് നമുക്ക് തന്നിട്ടുള്ളത്. എക്സ്പ്ലിസിറ്റ് ഫോം തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ഫോം ഇന്റഗ്രൽ ഓവർ സി g of x, y dx എന്ന് പറയുന്നത് ഇന്റഗ്രൽ a to b, നമ്മൾ ഇൻ ടേംസ് ഓഫ് x തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇന്റഗ്രൽ a to b g of x, x തന്നെ, കാരണം ഇവിടുത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ x ആണ്. സോ x, y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f of x ആണ്, നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സോ f of x, ഇനി എന്താണുള്ളത്, dx ആണ്. സോ അതിന് അവിടെ ചേഞ്ച് ഒന്നുമില്ല, കാരണം വിത്ത് റെസ്പെക്ട് ടു x തന്നെയാണ്. സോ dx. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് എക്സ്പ്ലിസിറ്റ് ഫോമിന്റെ ഫസ്റ്റ് ഫോം വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇന്റഗ്രൽ ഓവർ സി, ഇതിന്റെ തന്നെയാണ് വിത്ത് റെസ്പെക്ട് ടു y നോക്കാം. അപ്പൊ g ഓഫ് x, y dy is equal to ഇന്റഗ്രൽ a to b g ഓഫ് x, y again in terms of f of x ആണ്. സോ f of x. ഇനി ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് dy ആണ് വേണ്ടത്. സോ ഇവിടെ y is equal to f of x ആണ്. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു x ഇൻ ടേംസ് ഓഫ് x ആക്കി മാറ്റണ്ടേ. അപ്പൊ dy എന്ന് പറയുന്നത് എങ്ങനെ വരും, f dash of x dx. ഇപ്പൊ നമ്മൾ ചെയ്യണത് തന്നെയല്ലേ, y നെ വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dy by dx വരും, ഇവിടെ f dash of x വരും. സോ dy is equal to f dash of x dx ആയിട്ട് മാറും. അപ്പൊ ഇവിടെ എന്ത് വരും, dy ക്ക് പകരം f dash of x dx. ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ വിത്ത് റെസ്പെക്ട് ടു y എന്നുള്ള ഫോം വരുന്നത്. ഇനി അടുത്തത് d arc length in the case integral over c g of x, y ds is equal to integral a to b g of x, f of x. ഇത്രയുമുള്ള കാര്യം അങ്ങനെ തന്നെ നിന്നു. ഇനി നമുക്ക് എന്താണ്, ഇവിടെ ഈ ds ന് പകരം നമുക്ക് ഇവിടെ എന്താണ്, f dash of t d f dash of t whole square plus g dash of t whole square dt ആണ്. ഇവിടെ നമുക്ക് f of x എന്ന് പറയുന്നത്, f of t എന്ന് പറഞ്ഞാൽ നമ്മൾ x ന് പകരമാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ നമുക്ക് x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സോ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു, ശരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് x എന്ന് പറയുന്ന വേരിയബിളിന് പകരം വന്ന ഫംഗ്ഷൻ, ഇത് y ക്ക് പകരം വന്ന ഫംഗ്ഷൻ, അതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു t ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അത് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ, സ്ക്വയർ റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ എന്നാണ് നമ്മൾ സാധാരണ വരിക. പക്ഷെ അതിനെ വിത്ത് റെസ്പെക്ട് ടു t ഡിഫറൻഷിയേറ്റ് ചെയ്ത ഫോമാണ് നമുക്ക് വേണ്ടത്. സോ ഇത് f dash of t whole square plus g dash of t whole square dt ആയി. ഇനി നമുക്ക് ഇവിടെ x ന് കറസ്പോണ്ടിങ് ആണ്. സോ ഇവിടെ x തന്നെയാണ്, ഇവിടെ f of x ആണ്, y ക്ക് പകരം നമുക്ക് ഇവിടെ f of x ആണ് നമുക്ക് ഈ ഫോമിലേക്ക് വരിക. അപ്പൊ ഇവിടെ x നെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് ഇവിടെ നമുക്ക് y ആണ്, y ക്ക് പകരം f of x ആണ്. സോ f of x നെ വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, f dash of x വരും. അപ്പോ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് f dash of x ഹോൾ സ്ക്വയർ dx. dt പാരാമെട്രിക്കലി ആണ്, നമ്മൾ ഈ കേസാ പറയണത്. സോ വിത്ത് റെസ്പെക്ട് ടു x ആണ് ചെയ്യണത്. അപ്പൊ നമുക്ക് ds എന്ന് പറയുന്നത് എങ്ങനെ വന്നു, സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് f dash of x ഹോൾ സ്ക്വയർ dx. അത് നിങ്ങൾക്ക് ഞാൻ ബ്രാക്കറ്റ് ഇടാം കേട്ടോ, ഞാൻ കൺഫ്യൂഷൻ ആവണ്ടാ പറഞ്ഞാൽ ഇടാണ്ടെന്നാണ്. ഇങ്ങനെ f dash of x ഹോൾ സ്ക്വയർ, ഇവിടെയൊക്കെ ബ്രാക്കറ്റ് ഇടാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്താ വരുന്നത്, ഇന്റഗ്രൽ ഓവർ സി g of x, y ds is equal to integral a to b g of x, f of x into square root of 1 plus f dash of x whole square dx. അപ്പൊ ഈ ഫോമിലേക്കാണ് നമുക്ക്
എക്സ്പ്ലിസിറ്റ് ഫങ്ഷൻസ് ഇൻ ഇന്റഗ്രൽസ് ലൈൻ ഇന്റഗ്രൽസ് വരിക. അപ്പൊ ഇത്രയും ഉള്ളത് പറഞ്ഞത് ക്ലിയർ ആണോ? അപ്പൊ ഇത് രണ്ടും നിങ്ങൾ ഒരു ടേബിൾ വരച്ചിട്ട് ലെഫ്റ്റ് സൈഡ് നമ്മളുടെ പാരാമെട്രിക് ഫോം എഴുതുക, റൈറ്റ് സൈഡ് നമ്മളുടെ എന്താ എക്സ്പ്ലിസിറ്റ് ഫോം എഴുതുക. ആ 3 ടേബിൾ വേണമെങ്കിൽ ഉണ്ടാക്കാം, 3 ടേബിൾ ആക്കി ചെയ്തോളൂ, അതാ കുറച്ചുകൂടി നല്ലത്. ഫസ്റ്റ് ഏറ്റവും ലെഫ്റ്റ് സൈഡ് നമ്മളുടെ ഡെഫിനിഷനിൽ നമ്മൾ ലൈൻ ഇന്റഗ്രൽസിനെ നമ്മൾ എങ്ങനെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ലിമിറ്റ് സമ്മിന്റെ കേസിൽ പറഞ്ഞു. അപ്പൊ ഇത് ടേബിൾ 3 ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഇതിനെ മാറ്റിയിട്ട് ഇങ്ങനെ ടേബിൾ വരയ്ക്കുക. അപ്പൊ ഇവിടെ നമ്മള് നിങ്ങളുടെ ഡെഫിനിഷൻ ലിമിറ്റ് സമ്മിന്റെ ഫോമിലുള്ളത് എഴുതുക. ഇവിടെ അതിന് കറസ്പോണ്ടിംഗ്ലി എന്താണ് എഴുതേണ്ടത്, നമ്മുടെ പാരാമെട്രിക് ഫോമില് ലൈൻ ഇന്റഗ്രൽ എഴുതുക. ഇവിടെ നമ്മളുടെ ഇപ്പൊ പറഞ്ഞ എക്സ്പ്ലിസിറ്റ് ഫോമിലുള്ള ലൈൻ ഇന്റഗ്രൽ എഴുതുക. അപ്പൊ ലൈൻ ഇന്റഗ്രൽസ് നമ്മുടെ ഡെഫിനിഷൻ കൊടുത്തിട്ട് ലൈൻ ഇന്റഗ്രൽസിന്റെ ഡെഫിനിഷൻ വിത്ത് റെസ്പെക്ട് ടു ലിമിറ്റ് സം 1 2 3 കറസ്പോണ്ടിംഗ്ലി ഇവിടെ 1 2 3 1 2 3 അങ്ങനെയുള്ള ഒരു ടേബിൾ ഉണ്ടാക്കി വെക്കുക. അപ്പൊ നിങ്ങൾക്കത് ഓർത്ത് വെക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ ഇത്രയും കാര്യമാണ് നമുക്ക് മെത്തേഡ് ഓഫ് ഇവാലുവേഷനിൽ എങ്ങനെയാണ് പാരാമെട്രിക് ഫോമിലേക്ക് വരുമ്പോൾ ലൈൻ ഇന്റഗ്രൽ ചേഞ്ച് ആവുന്നത്, എങ്ങനെയാണ് എക്സ്പ്ലിസിറ്റ് ഫോമിൽ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ലൈൻ ഇന്റഗ്രൽ ചേഞ്ച് ആവുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോ നോക്കിയത്. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത്. 11:15 അല്ലെ? ഓക്കെ. അപ്പോ ഓക്കെ, 1-2 പ്രോബ്ലം ചെയ്യാമെന്ന് തോന്നുന്നു, സമയം കിട്ടും. ഒരു കാര്യം കൂടി ഉണ്ട്. നിങ്ങൾക്കിപ്പോ നമ്മള് സ്മൂത്ത് കർവ് പറയുന്ന അവിടെ പറഞ്ഞു. സ്മൂത്ത് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി കർവ് സ്മൂത്ത് അല്ല, പീസ് വൈസ് സ്മൂത്ത് കേട്ടോ. പീസ് വൈസ് സ്മൂത്ത് നമ്മൾ എന്താ പറഞ്ഞത്, ടോട്ടൽ കർവ് ചിലപ്പോൾ സ്മൂത്ത് ആവില്ല. അപ്പൊ നമ്മളതിനെ ചെറിയ 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 പാർട്സ് ആയി ഡിവൈഡ് ചെയ്തു. ഓരോ ചെറിയ പാർട്ടും സ്മൂത്ത് ആണെങ്കിൽ ടോട്ടൽ കർവിനെ നമുക്ക് സ്മൂത്ത് ആണെന്നുള്ളത് പറയാം അല്ലെ? അപ്പൊ ടോട്ടൽ നമ്മൾ എന്താ തന്നിട്ടുണ്ടായിരുന്ന കർവിനെ 2-3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. 2-3 അല്ല, എത്ര പാർട്സ് വേണം അത്രയും പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ അതേമാതിരി തന്നെ നിങ്ങൾക്ക് ഈ തന്നിട്ടുള്ള കർവിനെ ടോട്ടൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഒന്നിച്ച് പറ്റില്ല. അപ്പൊ നമുക്ക് അതിനെ എന്ത് ചെയ്യാം, 2-3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന കേർവ്സ് തമ്മിലുണ്ട്. അപ്പൊ തരുന്ന ക്വസ്റ്റ്യനിൽ തന്നെ ചിലപ്പോൾ അങ്ങനെയായിരിക്കും. ടോട്ടൽ കേർവ് സി ആണ്, അതിൽ C1 C2 C3 എന്ന് പറയുന്ന 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ്. അപ്പൊ അതിനുണ്ടാവുന്ന ലൈൻ ഇന്റഗ്രൽ തന്നിട്ടുള്ള ഒരു ഫംഗ്ഷൻ g(x,y)ന്റെ ലൈൻ ഇന്റഗ്രൽ ഈ കർവിൽ അപ്പോൾ ദിസ് കർവ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേമാതിരി തന്നെ ഇവിടെ എന്താ, ഇന്റഗ്രൽ ഓവർ സി g(x,y) dx ആണെങ്കിൽ dx, dy ആണെങ്കിൽ അത് ds ആണെങ്കിൽ അങ്ങനെ. അപ്പൊ നമുക്ക് dx നോക്കാം. അപ്പൊ ഇന്റഗ്രൽ ഓവർ സി g(x,y) dx നെ നിങ്ങൾക്ക് ദാറ്റ് ഇസ് ഈക്വൽ ടു കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പാർട്സ് ആയി നമ്മൾ ഇപ്പൊ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ആ കർവിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇന്റഗ്രൽ ഓവർ C1 g(x,y) dx പ്ലസ് ഇന്റഗ്രൽ ഓവർ C2 g(x,y) dx പ്ലസ് ഇന്റഗ്രൽ ഓവർ C3 g(x,y) dx. അപ്പൊ ഈ C എന്ന് പറയുന്ന കർവിനെ നമ്മൾ C1 C2 C3 എന്ന് പറഞ്ഞ് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ കറസ്പോണ്ടിംഗ്ലി നമുക്ക് ഇന്റഗ്രൽസും 3 ഡിഫറെന്റ് ഇന്റഗ്രൽ ആയിട്ട് ചേഞ്ച് ആവും. അത് 3ന്റെയും സമ്മാണ് നമുക്ക് ടോട്ടൽ കർവ് ഓവർ സിയുടെ ഇന്റഗ്രൽ ആയിട്ട് വരിക. ഓക്കെ, അതാണ് ഒരു കാര്യം, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ ഈ g(x,y) എന്ന് പറയുന്ന ഫംഗ്ഷൻ മേ ബി ചിലപ്പം എങ്ങനെ പറയാമത്, ലൈൻ ഇന്റഗ്രൽ തന്നിട്ടുണ്ടാവുന്ന ടോട്ടൽ കർവ് ചിലപ്പോൾ ഇന്റഗ്രൽ ഓവർ സി പി ഓഫ് dx 2 സമ്മായിട്ടായിരിക്കും നിങ്ങൾക്ക് ഓൾറെഡി ലൈൻ ഇന്റഗ്രൽ തന്നിട്ടുണ്ടാവുക. ഒരിറ്റ സിംഗിൾ ടേം ആയിട്ടല്ല, അല്ലാണ്ട് 2 ടേംസിന്റെ സമ്മായിട്ട് ചിലപ്പോൾ തരാം.
ഇപ്പൊ പറഞ്ഞത് ഇന്റഗ്രൽ ഓവർ C1 പ്ലസ് ഇന്റഗ്രൽ ഓവർ C2 പ്ലസ് ഇന്റഗ്രൽ ഓവർ C3. ഇതാണ് ഇപ്പൊ പറഞ്ഞത് ഇന്റഗ്രൽ ഓവർ C g of x, y dx നെ ഇന്റഗ്രൽ ഓവർ C1 g of x, y dx പ്ലസ് ഇന്റഗ്രൽ ഓവർ C2 g of x, y dx പ്ലസ് ഇന്റഗ്രൽ ഓവർ C3 g of x, y dx മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി ഇതല്ലാണ്ട് തരുന്ന ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഇന്റഗ്രൽ ഓവർ C p of x, y dx plus integral over C q of x, y dy. ഇങ്ങനെ ആവാം നമുക്ക് ചിലപ്പോൾ തരുന്നത്. ലൈൻ ഇന്റഗ്രൽസ് ചില കേസസിൽ എന്താ പറയാ ഒരു സം ആയിട്ട് അപ്പിയർ ചെയ്യാൻ പറ്റും. അപ്പം ഇതിനെ നമ്മള് ഈ എഴുതുന്നതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാമെന്നുണ്ടെങ്കിൽ ഇതിപ്പോ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഒരു ഇന്റഗ്രൽ ആണ് ചെയ്യേണ്ടത്. പക്ഷെ രണ്ട് ഇന്റഗ്രൽസിന്റെ സം ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ട് ഇന്റഗ്രൽസ് എന്ന് പറയുന്നത് ഒന്ന് p of x, y പിന്നൊന്ന് q of x, y. രണ്ടും ചെയ്യേണ്ടത് ഒരേ കർവ് C തന്നെയാണ്. മനസ്സിലാവുണ്ടോ? തന്നിട്ടുള്ള ഇന്റഗ്രൽ ഒരു സിംഗിൾ ടേമിന് പകരം നിങ്ങൾക്ക് രണ്ടെണ്ണത്തിന്റെ സം ആയിട്ടാണ് തന്നിട്ടുള്ളത്. രണ്ടും ഒരേ കേർവ് C എന്ന് പറയുന്ന കേർവിന് കറസ്പോണ്ടിങ് ആണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ രണ്ട് ഫംഗ്ഷൻസ്, ഒന്ന് p of x, y നെ വിത്ത് റെസ്പെക്ട് ടു dx ചെയ്യണം, ഒന്ന് q of x, y നെ വിത്ത് റെസ്പെക്ട് ടു dy ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ തന്നെ ഇങ്ങനെ എഴുതാമെന്നുണ്ടെങ്കിൽ ഇതിപ്പോ രണ്ട് സെപ്പറേറ്റ് ഇന്റഗ്രൽസ് ആയിട്ടല്ലേ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇതിന് പകരം ഒരു സിംഗിൾ ഇന്റഗ്രൽ ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓവർ C p of x, y dx plus q of ഇതൊക്കെ എന്തിനാ പറയണെന്ന് വെച്ചാൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഹെൽപ്ഫുൾ ആവും. അതുകൊണ്ടാണ് ഇത്രയൊക്കെ നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഫോമിലും നിങ്ങൾക്ക് ഇതിനെ എഴുതാം. ദാറ്റ് ഈസ് രണ്ടും ഒരേ കർവ് സിയിൽ കറസ്പോണ്ടിങ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാണ്ട് രണ്ടും സെപ്പറേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. രണ്ടും ഇപ്പൊ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു കർവിന് കറസ്പോണ്ടിങ് ആണ് രണ്ടും ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ രണ്ടിനെയും നിങ്ങൾക്ക് ഈ ഫോമിലേക്ക് ഒരൊറ്റ സിംഗിൾ ആയിട്ട് എഴുതാൻ പറ്റും. ഇനി അല്ലെങ്കിൽ ഇതിനെ തന്നെ ഒന്നും കൂടി ഒരു ഫോമും കൂടിയും ഷോർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് നിങ്ങൾക്ക് ഈ പി ഓഫ് എക്സ്, വൈ എന്നൊന്നും എഴുതണ്ട. നമ്മൾ സാധാരണ ഫംഗ്ഷന് എഫ് ഓഫ് എക്സ്, വൈക്ക് വരും എഫ് ഡി എക്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതാറില്ലേ, അതുമാതിരി തന്നെ ഇതിനെ വേണമെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ എന്ന് പറഞ്ഞിട്ട് എഴുതാം കേട്ടോ. ഇന്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ എന്നുള്ള ഫോമിലേക്ക് നിങ്ങൾക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെത്തേഡ് ഓഫ് ഇവാലുവേഷനിൽ വരുന്നത്. അപ്പൊ ഇനി എന്താ ഒരു പ്രോബ്ലം ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷെ സമയം ഉണ്ടാവും. പറഞ്ഞു കഴിഞ്ഞിട്ട് സമയം ഡിഫൈൻ ബൈ പാരാമെട്രിക്കലി ചെറിയ വല്ല പ്രോബ്ലം ഉണ്ടോ നോക്കട്ടെ. ക്യൂവിന് ഇന്റഗ്രൽ വരുന്നുണ്ട്, ഉണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ ചെയ്യണത് എന്താ, പിന് കറസ്പോണ്ടിങ് ഇന്റഗ്രൽ ഓവർ സി പ്ലസ് ക്യൂവിന് കറസ്പോണ്ടിങ് ഇന്റഗ്രൽ ഓവർ സി എന്നാണ്. അപ്പൊ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നതിന് പകരം ഒരൊറ്റ പാരന്തസിസ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ഒരൊറ്റ സിംഗിൾ ഇന്റഗ്രലിന്റെ ഫോമിലേക്ക് എഴുതാം. അതാണ് ഇന്റഗ്രൽ ഓവർ സി. ഓക്കെ 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 സോറി, ഞാൻ കമ്പൈൻ ചെയ്ത് എഴുതിയപ്പോ അവിടെ ഇന്റഗ്രൽ എഴുതിയല്ലേ. സോറി കേട്ടോ, നമ്മൾ ഇവിടെ അതാണല്ലോ എഴുതിയത്. ഞാൻ രണ്ടാമത് പറഞ്ഞപ്പോ ഒറ്റ ഇന്റർണൽ ഫോമിലേക്കാണ്. അപ്പൊ ഇന്റർണൽ ഫോം ഇവിടെ വേണ്ട, ഒരു ഇന്റഗ്രേഷൻ മതി. പി ഓഫ് എക്സ്, വൈ ഡി എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ്, വൈ ഡി വൈ. അതിനെ തന്നെ ഇന്റർണൽ ഓവർ പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ എന്നുള്ള ഫോമിലേക്ക് എഴുതാം. ശരി, അപ്പൊ ഒരു പ്രോബ്ലം നമുക്ക് എഴുതി നോക്കാം. ഇന്റഗ്രൽ ഓവർ സി എക്സ് വൈ സ്ക്വയർ ഡി എക്സ്.
ഇന്റഗ്രൽ ഓവർ സി തന്നെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അല്ല ഓക്കെ, കർവ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട് എന്താണുള്ളത്. അപ്പൊ ഇന്റഗ്രൽ ഓവർ സി എക്സ് വൈ സ്ക്വയർ ഡി എക്സ്. ഇന്റഗ്രൽ ഓവർ കർവ് സി എക്സ് വൈ സ്ക്വയർ ഡി എക്സ്. ഈ കർവ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്വാർട്ടർ സർക്കിൾ ആണ്. അപ്പൊ ക്വാർട്ടർ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫുൾ സർക്കിൾ എന്ന് പറഞ്ഞാൽ 0 to 2π ആണ് വേരി ചെയ്യുക. ക്വാർട്ടർ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to π/2, കാരണം ഒരു ക്വാർട്ടർ 1/4 മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരും? ഈ ഒരു ഫോം മാത്രമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ 0 മുതൽക്ക് π/2 വരെ. ഓക്കെ, അപ്പൊ 0 to π/2 ആണ് ആ സർക്കിള് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താ തന്നിട്ടുള്ളത്? സി ഡിനോട്ട് ദ ക്വാർട്ടർ സർക്കിൾ ഡിഫൈൻഡ് ബൈ. അപ്പോ ക്വാർട്ടർ സർക്കിൾ ഡിഫൈൻ ചെയ്യണമെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഫോം ആണ്. പക്ഷെ എക്സിന്റെ ഫംഗ്ഷൻ എന്താണ്, വൈയുടെ ഫംഗ്ഷൻ എന്താന്നുള്ളത് വേണം. അപ്പൊ എക്സ് തന്നിട്ടത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 4 sin t. x is equal to 4 sin t. y is അല്ല x is equal to 4 cos t. ശരിയാ, സർക്കിളിൽ എപ്പോഴും എക്സിനെ കോസ് വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. x is equal to 4 cos t, y is equal to 4 sin t. അപ്പൊ x is equal, കാണുന്നുണ്ടോ? ചിലപ്പോ ക്ലിയർ ആയിരിക്കില്ല അത്ര, കാരണം ഇങ്ക് കുറച്ച് കമ്മിയായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രണ്ടാമത് ഫിൽ ചെയ്യാൻ സമയം എടുക്കും. അപ്പൊ x is equal to 4 cos t, y is equal to 4 sin t ആണ്. ക്വാർട്ടർ സർക്കിൾ ആണെന്ന് പറഞ്ഞിട്ട്. സോ ടി എന്നുള്ള വേരിയേഷൻ, ആ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ റേഞ്ച് എന്ന് പറയുന്നത്, റേഞ്ച് അല്ല ഡൊമൈൻ എന്ന് പറയുന്നത് 0 to π/2 ആയിരിക്കും. 0 മുതൽ π/2 വരെയാണ് അത് വേരി ചെയ്യുക. ഓക്കെ, ശരി. അപ്പൊ ഇനി വേറെന്താ? ഇനി നമുക്കൊന്നും ഇല്ലല്ലോ, ഡയറക്റ്റ്ലി ഇനി കണ്ടുപിടിക്കാം. അപ്പോ പാരാമെട്രിക് ഫോം ആണെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെയാ പറയാറ്? പാരാമെട്രിക്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഫോം. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/2 ഇന്റഗ്രൽ 0 to π/2 എക്സ് ഇൻറ്റു അല്ല, എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പാരാമെട്രിക് ഫോം ആണ്. സോ 4 cos t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ 4 cos t ഇൻറ്റു y സ്ക്വയർ. അപ്പൊ 4 sin t ഹോൾ സ്ക്വയർ അല്ലെ, 4 sin t ഹോൾ സ്ക്വയർ ഇൻറ്റു dx ആണ്. dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x is equal to 4 cos t ആയിരുന്നു. അപ്പൊ dx is equal to 4 into cos നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് sin t. അപ്പൊ മൈനസ് 4 sin t dt ആയിട്ട് വരും അല്ലെ. dx is equal to മൈനസ് 4 sin t dt. അപ്പൊ നമുക്ക് അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാ? dx ന് പകരം മൈനസ് 4 sin t dt. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു, ഇനി നമുക്ക് എല്ലാം കൂടി കമ്പൈൻ ചെയ്യാം. അപ്പൊ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് എന്താ വരുന്നത്? 4 cos t. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/2 4 cos t into 16 sin square t into minus 4 sin t dt അല്ലെ. അപ്പൊ മൈനസ് കോമൺ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇന്റഗ്രേഷന്റെ പുറത്തേക്ക് മൈനസ് എടുത്തു. 4 into 4 into 16 അല്ലെ. അപ്പൊ 16 സ്ക്വയർ എന്നുള്ള ഫോമിലേക്ക്, 16 സ്ക്വയർ എത്ര വരിക? 256. അപ്പൊ മൈനസ് 256 മൈനസ് 256 cos t sin cube t. അപ്പൊ മൈനസ് 256 cos t sin cube t dt അല്ലെ. അപ്പൊ ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം?
ഇത് ഡയറക്ട്ലി ഇന്റഗ്രേറ്റ് ചെയ്യും. ഇന്റഗ്രൽ 0 to pi by 2. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സൈൻ ടീനെ യു എന്നുള്ള ഫോം കൊടുക്കാം. അപ്പൊ യു കൊടുത്തു കഴിഞ്ഞാല് സൈൻ ടി ഇസ് ഈക്വൽ ടു യു എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് കൊടുക്കാം. അപ്പൊ സൈൻ ടിക്ക് യു എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? -256 ഇന്റഗ്രൽ. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, അല്ലാണ്ട് ഡയറക്ട്ലി ചെയ്യാൻ പറ്റും. അത് ചിലപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് നമുക്ക് ഓർമ്മയുണ്ടാവില്ല കുറെ ഇത് ചെയ്തിട്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് തന്നെ ചെയ്യാം. അപ്പോ യു എവിടെ എഴുതാം? അവിടെ എഴുതാം. യു ഇസ് ഈക്വൽ ടു സൈൻ ടി. കാണുന്നുണ്ടോ? ഇല്ല അല്ലെ? യു ഇസ് ഈക്വൽ ടു സൈൻ ടി. അപ്പോ ഡി യു എന്ന് പറയുന്നത് എന്ത് വരും? കോസ് ടി ഡി ടി നമുക്ക് ഡി യു ആയിട്ട് കിട്ടും. അപ്പൊ ഇതിന് പകരം നമുക്ക് ഇവിടെ എന്ത് എഴുതാം? യു ക്യൂബ് കോസ് ടി ഡി ടിന് നമുക്ക് ഡി യു. അപ്പൊ യു ക്യൂബ് ഡി യു വന്നു. പക്ഷെ ഇന്റഗ്രൽ 0 to pi by 2 ചേഞ്ച് ആവില്ലേ? അപ്പൊ സൈൻ ടിക്ക് 0 കൊടുക്കുമ്പോ സൈൻ ടി എന്ന് പറയുന്നത് 0 വരും. ദാറ്റ് ഈസ് യു എന്ന് പറയുന്നത് 0 വന്നു. ഇനി ടിക്ക് പൈ ബൈ 2 കൊടുക്കുമ്പോ യു എന്ന് പറയുന്നത് എങ്ങനെയാവും? സൈൻ പൈ ബൈ 2 ദാറ്റ് ഈസ് 1. അപ്പൊ 0 to 1 എന്നുള്ള രീതിയിലേക്ക് ഇത് ചേഞ്ച് ആവും. ഇന്റഗ്രൽ 0 to 1 യു ക്യൂബ് ഡി യു എന്നുള്ള ഫോം. സോ ദിസ് ഇസ് ഈക്വൽ ടു -256. ഇനി യു ക്യൂബ് ഡി യു എന്താ വരിക? യു റേസ് ടു 4 ഫ്രം 0 to 1. യു റേസ് ടു 4 by 4. യു റേസ് ടു 4 by 4 അങ്ങനെയല്ലേ? x raised to n എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x raised to n plus 1 by n plus 1. So u raised to 4 by 4 from 0 to 1. So this is equal to -256 by 4 into u എന്നുള്ള വാല്യൂ എന്താണ്? 1. So 1 minus 0. This is equal to 256നെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 64 അല്ലേ വരിക? അല്ല അല്ലെ? -256 -60 -64 ആണ്. അതെ, -64. അപ്പൊ ഇത് ക്ലിയർ ആണോ? നമ്മള് എക്സ് എന്നുള്ള ടേം പാരാമെട്രിക്കലി ചേഞ്ച് ചെയ്യാണ് ചെയ്തത്. അപ്പൊ പാരാമെട്രിക്കലി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇൻ ടേംസ് ഓഫ് ടി ആക്കി മാറ്റണം. അപ്പൊ അതാണ് നമ്മൾ ഇത്രയും ചെയ്തത്. ഇനി ഇത് തന്നെ നമുക്ക് വൈയുടെ ഫോമിൽ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ ചെയ്യാം. എക്സ് വൈ സ്ക്വയർ ഡി വൈ ചെയ്യാൻ പറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ വരിക? ഞാൻ അത് എഴുതണില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോവാം. ഇന്റഗ്രൽ 0 to pi by 2 4 cos t തന്നെ വരും. y സ്ക്വയറിന് പകരം 4 sin t ഹോൾ സ്ക്വയർ തന്നെ വരും. പക്ഷെ ഡി എക്സിന് പകരം ഇവിടെ നമുക്ക് ഡി വൈ ആണ്, വിത്ത് റെസ്പെക്ട് ടു ഡി വൈ ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഡി വൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 sin t നെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് 4 cos t dt എന്നുള്ള ഫോം. അതാണ് ഇവിടെ വരിക. 4 cos t dt ആണ് ഡി വൈക്ക് പകരം വരിക. കറസ്പോണ്ടിംഗ്ലി ഇങ്ങനെ ചെയ്തു വരിക. ലാസ്റ്റ് വരുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ടി വരും എന്തെങ്കിലും. അതായത് ചിലപ്പോൾ ഡയറക്ട്ലി കണ്ടുപിടിക്കാൻ പറ്റും. അത് ചെയ്തതിന് ശേഷം നമ്മുടെ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യും. അപ്പൊ നമ്മൾ നോക്കേണ്ടത് വേരിയബിൾ ചേഞ്ച് ചെയ്യുമ്പോൾ ലിമിറ്റ്സിനും കറസ്പോണ്ടിംഗ്ലി ചേഞ്ച് വരും. അറിയണം, ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യണമെന്ന് മാത്രം. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ വേരിയബിൾ ചേഞ്ച് ആകുന്ന സമയത്ത് നമ്മുടെ ലിമിറ്റ്സും കറസ്പോണ്ടിംഗ്ലി ചേഞ്ച് ആവും. ഓക്കെ, സോ കറസ്പോണ്ടിംഗ്ലി നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം? ഡി വൈയുടെ കറസ്പോണ്ടിങ് മെത്തേഡും കണ്ടുപിടിക്കാം. ഇനി ഡി എസിന്റെ കേസും ഇതേ തന്നെ ചോദിക്കും. അപ്പൊ ഡി എസ് എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താ വരിക? സ്ക്വയർ റൂട്ട് ഓഫ് എഫ് ഡാഷ്, ദാറ്റ് ഇസ് എക്സ് ഡാഷ് വൈ ഡാഷ്. ഇത് രണ്ടും കണ്ടുപിടിക്കണം. അതിന്റെ സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് ആണ് ഡി എസ് ആയിട്ട് നമുക്ക് വരിക, അല്ലെ? നമ്മൾ പറഞ്ഞല്ലേ, എഴുതിയ ഫോം എഴുതിയപ്പോ ഡി എസിന് പകരം സ്ക്വയർ റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി പ്ലസ് ജി ഡാഷ് ഓഫ് ടി, അല്ല എഫ് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ അല്ലേ പറഞ്ഞ? എഫ് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ ഡി ടി. അപ്പൊ ഇവിടെ എന്ത് വരും? എഫ് ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എഫ് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ, ദാറ്റ് ഇസ് എക്സിന്റെ ആണ് കറസ്പോണ്ടിംഗ്ലി. അപ്പൊ ഇവിടെ എന്താ വരിക? ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് -4 sin t ഹോൾ സ്ക്വയർ plus 4 cos t whole square dt, that is 16 cos sin square t plus 16 cos square t square root dt, that is ds is equal to square root of 16 into
cos സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ ടി ഡി ടി എന്നുള്ള ഫോമിലേക്ക് വരും. cos സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി ഡി ടി. അപ്പൊ സ്ക്വയർ റൂട്ടിന് പുറത്തേക്ക് എടുത്ത് cos സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി 1 ആണ്. സോ നമുക്ക് എങ്ങനെ ds is equal to സ്ക്വയർ റൂട്ട് ഓഫ് 16 എന്ന് വരും. അത് പുറത്തേക്ക് എടുക്കുമ്പോൾ 4 ആയിട്ട് വരും. ഓക്കെ, അപ്പം ഡി എസ് എന്ന് പറയുന്നത് എങ്ങനെയായിട്ട് മാറും? 4dt എന്നുള്ള ഫോമിലേക്ക് വരും. അത് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതൊന്നൊന്നും ചെയ്ത് നോക്കുക നിങ്ങള്. വേറെ കഴിഞ്ഞ സെക്ഷന്റെ ഹോംവർക്ക് നമ്മുടെ ഫുൾ പ്രോബ്ലംസ് കഴിഞ്ഞിട്ടില്ല. അതിന്റെ കൂടെ ഇന്നൊന്ന് ചെയ്ത് നോക്കേണ്ടത് ഈ പ്രോബ്ലത്തിന്റെ കറസ്പോണ്ടിംഗ്ലി dy ഇന്റഗ്രലും ds ആർക്ക് ലെങ്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റഗ്രൽ എന്താന്നുള്ളത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ അസൈൻമെന്റ് ആയിട്ട് തന്നെ തരാം. അത് അതിൽ സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പൊ അത് കിട്ടണില്ല, ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം ഇത്. അതല്ലാന്നുണ്ടെങ്കിൽ അടുത്ത സെക്ഷനിലേക്ക് നമുക്ക്, അടുത്ത സെക്ഷൻ അല്ല അടുത്ത പ്രോബ്ലംസിലേക്ക് നമുക്ക് പോവാം. കാരണം കറസ്പോണ്ടിംഗ്ലി ഇനി കുറച്ചും കൂടി നോക്കാനുണ്ട്. പാരാമെട്രിക് ഫോമിൽ ക്ലോസ്ഡും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി നോക്കാനുണ്ട്. ഓക്കെ.